ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ സെഷൻസ് കോടതി. മനുഷ്യക്കടത്തായതിനാൽ പരിഗണിക്കേണ്ടത് NIA കോടതിയെന്ന് സെഷൻസ് കോടതി. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുൻപിൽ പ്രതിഷേധം. രാജ്ഭവനിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ച കേന്ദ്ര സർക്കാർ. CBCI സംഘം ഛത്തീസ്ഗഡിൽ. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ സുപ്രീം കോടതി. സ്ഥിരം VCമാർ വേണം. ഗവർണറും സർക്കാരും സഹകരിക്കണമെന്നും സുപ്രീം കോടതി. കേരള സർവകലാശാലയിലെ പ്രശ്ന പരിഹാരത്തിന് വീണ്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ VC മോഹനൻ കുന്നുമ്മൽ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരാണ്ട്. പുത്തുമലയിലെ ജൂലൈ 30 ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. ഉച്ചയ്ക്ക് അനുസ്മരണ യോഗം. പുനരധിവാസത്തിലെ മെല്ലപ്പോക്കിൽ പ്രതിഷേധം. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിനും ഒരാണ്ട്. ഇന്ത്യ പാക് വെടിനിർത്തലിൽ മധ്യസ്ഥത വഹിച്ചെന്ന വാദം ആവർത്തിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ അഭ്യർത്ഥന ഇരു രാജ്യങ്ങളും അംഗീകരിക്കുകയായിരുന്നുവെന്നും ട്രംപ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയിൽ സംസാരിക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നപ്പോൾ രക്ഷാപ്രവർത്തനം വൈകിയില്ലെന്ന് ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് മുൻപ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഇല്ലായിരുന്നുവെന്നും ജോൺ വി സാമുവലിന്റെ റിപ്പോർട്ട്. ഭർത്താവിന്റെ ക്രൂരമർദ്ദനം കാരണം യുവതി ജീവനൊടുക്കിയെന്ന് പരാതി. മരിച്ചത് ഇരിങ്ങാലക്കുട കാരുമാത്ര സ്വദേശിനി ഫസീല. ഭർത്താവ് നൌഫൽ കസ്റ്റഡിയിൽ. ഗർഭിണിയായ തന്നെ നൌഫൽ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ഫസീലയുടെ അവസാന സന്ദേശം. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ റീപോസ്റ്റ്മോർട്ടം ആരംഭിച്ചു.